നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭാഗ്യവാന്മാർ ആരെല്ലാമാണെന്ന് നോക്കാം. 2025 ഓഗസ്റ്റ് 14 വ്യാഴാഴ്ചത്തെ രാശിഫലം എഴുതി അയച്ചു തന്നത് ജയറാണി EV. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ദിവസത്തിന്റെ തുടക്കത്തിൽ ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം. ഉച്ചതിരിഞ്ഞ് മനസന്തോഷത്തിനും ധനലാഭത്തിനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഒപ്പം മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇന്ന് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ മനസ്സമാധാനവും സന്തോഷവും നിലനിൽക്കും. എന്നാൽ ഉച്ചതിരിഞ്ഞ് ചില സാഹചര്യങ്ങളിൽ മനഃശാന്തി നഷ്ടപ്പെടാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും തുറന്നു സംസാരിക്കുന്നത് നല്ലൊരു പരിഹാരമാണ്. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഇന്ന് വളരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ധനലാഭത്തിനും മനസന്തോഷത്തിനും സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ വിജയം നേടും. കുടുംബത്തിൽ നടക്കുന്ന മംഗളകരമായ കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാൻ അവസരം ലഭിക്കും. ഈ നല്ല സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാം. കർക്കടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ദിവസത്തിന്റെ തുടക്കത്തിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും അനുഭവപ്പെടാൻ ഇടയുണ്ട്. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഈ സ്ഥിതി മാറും. മനസ്സന്തോഷവും ധനലാഭവും പ്രതീക്ഷിക്കാം. മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ചിങ്ങം രാശി. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഈ രാശിക്കാർക്ക് ഇന്ന് ചില പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരാം. കോടതി കേസുകളിൽ എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുപക്ഷത്തു നിന്നും മോശമായ അനുഭവങ്ങൾ നേരിടാൻ ഇടയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വഴിമാറാതെ ശ്രദ്ധിക്കുക. കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ദിവസത്തിന്റെ തുടക്കത്തിൽ ഭക്ഷണസുഖവും മാന്യമായ പെരുമാറ്റവും ലഭിക്കും. എന്നാൽ ഉച്ചതിരിഞ്ഞ് ചെറിയ മാനസിക ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ അസ്വസ്ഥതകളും ഉണ്ടാകാം. ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഉചിതമാണ്. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. വളരെ കാലമായി കാണാതിരുന്ന പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും. മനസ്സുഖവും നല്ല ഉറക്കവും ലഭിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസം. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിക്ക് സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. ശത്രുക്കളെ കീഴടക്കാനും ധനലാഭമുണ്ടാക്കാനും സാധിക്കും. കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വിദേശയാത്രകൾക്കോ പുതിയ ജോലികൾക്കോ അവസരം ലഭിച്ചേക്കാം. എന്നാൽ കാര്യമായ ഉയർച്ചയില്ലാത്ത അവസ്ഥ വന്നേക്കാം. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് മാനസിക ദുഃഖങ്ങൾക്ക് കാരണമാകും. അതുകൂടാതെ യാത്രകളിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഇന്ന് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. മാനസിക ബുദ്ധിമുട്ടുകൾ, ധനനഷ്ടം, രോഗങ്ങൾ എന്നിവ അലട്ടാൻ ഇടയുണ്ട്. മൃഗങ്ങളെ കൊണ്ടും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ്. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധത്തിലോ കുടുംബാംഗങ്ങളിൽ നിന്നോ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അപമാനം കേൾക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ക്ഷമയോടെ ഈ ദിവസം കൈകാര്യം ചെയ്യണം. മീനം രാശി. പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ ഭക്ഷണസുഖം, നല്ല സൗഹൃദങ്ങൾ, ധനലാഭം എന്നിവ ഉണ്ടാകും. എന്നാൽ ഉച്ചതിരിഞ്ഞ് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാനും മാനസിക ബുദ്ധിമുട്ടുകൾ, ധനനഷ്ടം എന്നിവ നേരിടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദിവസം വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212